ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത റോക്കിംഗ് സ്റ്റാർ യാഷ് അഭിനയിച്ച ടാസ്കിക് കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഓണമായിട്ട് നല്ലൊരു സമ്മാനമാണ് നമുക്ക് കിട്ടിയത്. അത് ഞാൻ ജീവിതകാലം മൊത്തം ഈ ഒരു നന്ദി ചേച്ചിയോട് ഞങ്ങൾ മലയാളികൾക്ക് ഉണ്ടാവും. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇവരുടെ മറ്റ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഗീതു മോഹൻദാസ് സംസാരിച്ചത്. ആ സംസാരത്തിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഈ സിനിമ കഴിഞ്ഞാലും യാഷിന്റെ എന്തോ ഒരു സാധനം ചേച്ചി കൂടെ കൊണ്ടുപോകുമെന്ന്. യാഷിനെ ആ പരിസരത്തോട്ട് ചേച്ചി അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു ഊമ്പിയ പടപടെ. ഇത് മിക്സഡ് റിവ്യൂ ഒന്നും വരാൻ ഒരു സാധ്യതയില്ല ഈ പടത്തിന്. ഇതിന് സാധാരണ നമ്മൾ പടം ഇറങ്ങി ഒന്നെങ്കിൽ കുറെ ആൾക്കാർ നല്ലതെന്ന് പറയും, അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, കുറെ ആൾക്ക് ഇഷ്ടപ്പെടില്ല, മിക്സഡ് റിവ്യൂ വരും. പക്ഷെ ഈ സിനിമ കണ്ട ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയും, ക്യാ കാട്ടവരാത് ഹേ, ഇന്റർനാഷണൽ കാട്ടവരാതം എന്നൊക്കെ വേണമെങ്കിൽ പല രീതിയിൽ പല തരത്തിൽ നമ്മൾ പറയും. അമ്മാതിരി ഒരു പണ്ണലടേ. ഇത് പണ്ണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ തിയേറ്ററിൽ വിളിച്ചിരുത്തിയിട്ട് പ്ലക്കി വിട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉള്ള കാര്യം പറയാലോ. ഇതോടുകൂടി എന്റെ പൊന്നു ചേച്ചി ദ്രോഹിക്കരുത്, അപേക്ഷയാണ്. എന്തിനാ നമ്മളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ദ്രോഹം അസഹനീയം. 3 മണിക്കൂർ 14 മിനിറ്റാണ് ഇതിന്റെ ഡ്യൂറേഷൻ. അത്രയും സമയം തിയേറ്ററിൽ വിളിച്ച് ഇരുത്തി നമ്മുടെ പൈസയും കൊടുത്ത് നമ്മളിതിനകത്ത് പിടിച്ചിരുത്തി ടോർച്ചർ ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഈ പടം. സഹിക്കാൻ പറ്റത്തില്ലടേ, സഹിക്കാൻ പറ്റത്തില്ല, സത്യമായിട്ട് സഹിക്കാൻ പറ്റത്തില്ലേ. ഭ്രാന്തുള്ള ആരെങ്കിലും ഈ പടം കാണിക്കാൻ കൊണ്ടുകഴിഞ്ഞാൽ പുള്ളിയുടെ ഭ്രാന്ത് മാറും. കാര്യം ഷോക്ക് അടിപ്പിച്ചതിനേക്കാളും 100 ടൈംസ് എഫക്റ്റ് ആണ് ഈ പണ്ടാരം കണ്ടറിയും കഴിഞ്ഞാൽ. പടത്തിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് അഭിനയിച്ച് ഈ യാഷിനെ ഒരു ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. മാതിരി ഐറ്റമാ. കണ്ടിരിക്കുന്ന ജനങ്ങൾക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന യാഷിനും എല്ലാവർക്കും ഭ്രാന്ത്, മൊത്തത്തിൽ ഭ്രാന്ത്. എന്തൊക്കെയാ അവിടെ കടന്ന് കാട്ടിക്കൂട്ടി. ഡാഡി ഞാനിവിടെ വന്നോട്ടെ ഡാഡി. അവന്റെ അച്ഛന്റെ ഒരു പച്ചത്തെറിയാണ് ആൾക്കാർ തിയേറ്ററിൽ വിളിച്ചു പറഞ്ഞത്. പച്ചത്തെറി. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് ഡാഡി ഹോം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം ചൊറിഞ്ഞ ഒരു ഫേമസ് ഡയലോഗാണ്. അത് ഈ സിനിമയിൽ കൊണ്ടിട്ട് അത് കേൾക്കുമ്പോ നായിന്റെ മോനെ നിർത്തിയിട്ട് പോടാ എന്ന് പറഞ്ഞ് ജനങ്ങൾ പറഞ്ഞു. തിയേറ്ററിൽ നിന്ന് പല ആൾക്കാർ പല രീതിയിൽ പറഞ്ഞത് ഒന്ന് നിർത്തിയിട്ട് പോടാ എന്ന്. ഇന്റർനാഷണൽ രീതിയിലൊക്കെയാണ് മേക്കിംഗ് ഒക്കെ. തുടക്കം മുതൽ ഒടുക്കം വരെ വെടിവെപ്പാണ്. 2 തരത്തിലുള്ള വെടിവെപ്പാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത്. ഒന്ന് തോക്ക് ഉപയോഗിച്ചുള്ള വെടിവെപ്പ്, പിന്നെ അണ്ണന്റെ സ്പെഷ്യൽ തോക്ക് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള വെടിവെപ്പ്. ചില സീനുകളിൽ 2 തോക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അണ്ണന്റെ തോക്ക് ഉപയോഗിക്കുന്നുണ്ട്, മറ്റേ തോക്ക് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? അവിഹിതങ്ങളെയൊക്കെ എത്ര നല്ല മനോഹരമായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് ഗ്ലോറിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. സൂപ്പർ. ഫെമിനിസവും പറഞ്ഞുകൊണ്ട് ഈ വഴിക്കെങ്ങാണം വന്നേക്കല്ലേ എന്റെ ചേച്ചി. അങ്ങനെങ്ങാണം വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ അപ്പം പറയാം. ഫെമിനിസം പറഞ്ഞുകൊണ്ടെങ്ങാണ് ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ. പിന്നെ തെങ്കാശിപ്പട്ടണത്തിന്റെ ഒരു റെഫറൻസ് ഇതിനകത്ത് ചേച്ചി വെച്ചിട്ടുണ്ട്. തെങ്കാശിപ്പട്ടണത്തിന് റെഫറൻസ് അല്ല, അതിന് സമാനമായിട്ടുള്ള ഒരു സീൻ. തെങ്കാശിപ്പട്ടണത്തിനകത്ത് മറ്റേ ഇവര് പ്രോഗ്രാം ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ നാട്ടി ഓടിച്ചല്ലോ, പ്രോഗ്രാം ഒന്നും ഇറച്ചിട്ട് പൊടി എന്നും പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ഇവര് വഴി വെച്ചിട്ട് നമ്മുടെ സുരേഷിനെ രാജുവണ്ണനും എന്നോട് വന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഇവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുമല്ലോ. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു സീനിനകത്തുണ്ട്. ഇതെനിക്ക് ബ്രില്യൻസ് ആണോ? തെങ്കാശിപ്പട്ടണം ബ്രില്യൻസ് റെഫറൻസ് വെച്ചേക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. ഇത് വെടിവെപ്പും അത് ഒരു ഹൈ മൊമെന്റ് പോലും ഇല്ല. ഇങ്ങനെ ചുമ്മാതെ എന്തു മാസൊക്കെ ഉണ്ടെന്നൊക്കെ പറയുവാണെങ്കിൽ പോലും നമ്മൾ മറ്റേ യാഷിന്റെ മാസം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് പണി അറിയാവുന്നവൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഗൂസ് ബംസ് വരുമോ നമുക്കറിയാം. KGF 1 ഉം 2 ഉം പുള്ളിയുടെ ഏതാണ്ട് സെയിം സെറ്റപ്പ്, സെയിം ലുക്ക്, ഏതാണ്ട് അതുപോലത്തെ അടി എല്ലാം സംഭവമൊക്കെ ശരി തന്നെ. പക്ഷേ ഈ പുള്ളിയൊക്കെ അടിക്കുന്ന കണ്ടിട്ട് നമുക്കൊന്നും തോന്നണില്ല. ഒരു മാസ് ഫീൽ ഇല്ല, ഒരു ഗൂസ് ബംസ് ഇല്ല, ഒരു ഹൈ തരുന്നില്ല. അടിച്ചോട്ടെ, കൊന്നോട്ടെ, ഈ രീതി നമ്മുടെ അടുത്ത് കാണുകയാണ്. ഒരു കാര്യമില്ല. ഈ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, സെക്കൻഡ് ഹാഫ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പടത്തെ രക്ഷിക്കുമായിരിക്കും. കാര്യം സെക്കൻഡ് ഹാഫിൽ നമ്മൾ ട്രെയിലറിനകത്ത് കണ്ട മോൻ ചെറുക്കനൊക്കെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ തന്തയുടെ ഹിസ്റ്ററി പറയുകയാണ്. ഹിസ്റ്ററി പറയുമ്പോഴാണ് 1947 കാലഘട്ടം കാണിക്കുന്നത്. ഈ 1947 ആരുടെയും ഫ്ലെക്സ് അടിച്ച് വെച്ചത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സർക്കസിന്റെ ഫ്ലെക്സ് കെട്ടിത്തൂക്കിയേക്കുന്നു. 1947 ഫ്ലെക്സാ? അന്നൊക്കെ ഫ്ലെക്സ് ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കും. എനിക്ക് ഡൗട്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഈ ഫസ്റ്റ് ഹാഫിൽ തന്തക്കഴിവരുടെ പാസ്റ്റ്, സെക്കൻഡ് ഹാഫിൽ ഈ മോൻ ചെറുക്കനോടുള്ള പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ വിചാരിക്കും മോൻ ചെറുക്കനും യാഷ്, തന്തച്ചെറുക്കനും യാഷ്, ഇവർ രണ്ടുപേരോടുള്ള ഒരു പരിപാടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഹെവി പരിപാടിയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സിലൊരു പരിപാടിയുണ്ട്.
എണീറ്റ് നിന്ന് ചേച്ചിയെ കണ്ട ഞാൻ തൊഴും, ഒന്നൊന്ന് തൊഴും, വണങ്ങും, ചിലപ്പോൾ കാലും കൂടെ ഞാൻ തൊട്ട് വന്ദിക്കും. അമ്മാതിരി ഒരു പരിപാടി. അന്നേരമാണ് നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ അനുഭവിച്ച ടോർച്ചർ അല്ല, സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ടോർച്ചറിന്റെ ലെവൽ ഇൻറ്റു 100 ടൈംസ് ആയി മാറും. അതുവരെ നിങ്ങൾക്ക് സഹിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ഇരിക്കുന്നതിനൊരു നമുക്കൊരു പേഷ്യൻസ് വേണം. ഒന്നെങ്കിൽ അവിടെ ഉറങ്ങാൻ പോലും വരെ സമ്മതിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൊച്ചേക്കും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉറക്കം വരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെയാണ്. ഇത് മൊത്തത്തിൽ പ്രാന്ത് പിടിച്ചുകൂടെ പടം കണ്ടു കഴിഞ്ഞാൽ? സത്യമായിട്ട് പറയുവാണ്. പിന്നെ ഇതൊരു പ്ലക്കൽ പടമാണ്. തുടക്കമൊക്കെ മൊത്തം പ്ലക്കൽ തന്നെ. ഇത് സിനിമ കണ്ടിറങ്ങിയപ്പോഴാണ് എനിക്ക് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലായത്. സത്യത്തിൽ ജനങ്ങളുടെ ക്യാഷ് മേടിച്ച് ജനങ്ങളെ തന്നെ പ്ലക്കി വിടുന്ന പടമാണ് ഇതെന്ന്. ഈ ആശയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇതിനകത്ത് പോയി തല വെച്ചെന്ന് എനിക്ക് സ്റ്റിൽ മനസ്സിലാവുന്നില്ല. ഈ സിനിമ കാരണം മറ്റേ രാമായണം ഇറങ്ങുന്നുണ്ടല്ലോ ഹിന്ദിയില്, അതിനകത്ത് രാവണനായിട്ടാണ് യാഷ്. അതിനകത്ത് ഏറ്റവും ഹൈപ്പ് കയറിയത് രാവണന്റെ ക്യാരക്ടറിനാണ്, രാമന്റെ ക്യാരക്ടറിനല്ല. അതിന്റെ ഹൈപ്പ് കൂടെ അതിന്റെ ബിസിനസിനെയും കൂടെ ഇത് ബാധിക്കും, ഈ പടം ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നാടകം തോറ്റുകൂടെ, തെരുവ് നാടകം തോറ്റുപോകും. ഒമ്മാതിരി അവിടെ ഇരുന്ന ആളുകൾ പച്ചത്തറി വിളിച്ച് പറയുമായിരുന്നു തിയേറ്ററിൽ ഇരുന്നിട്ട്. ഇത് കണ്ടിട്ട് ബട്ടർഫ്ലൈ ഒക്കെ കണ്ടു കഴിഞ്ഞ് കാണിപ്പോയി എന്റെ ദൈവമേ, തൊലിയൊരിയുന്ന ക്ലൈമാക്സ്. എന്തായാലും ഓണത്തിനിട്ട് നമുക്ക് ഇതുപോലൊരു പണി ചേച്ചി തരുമെന്ന് പ്രതീക്ഷിച്ചില്ല. വേറെ എപ്പോഴെങ്കിലും ഇത് കൊണ്ടിറങ്ങിക്കൂടായിരുന്നു. ഇത് ഓണത്തിന് രാവിലെ തന്നെ കെട്ടി എഴുന്നള്ളി 5:30 അലാറം വെച്ച് എണീറ്റ് 6:15 ഷോയ്ക്ക് പോയത് കയറി കൊടുത്ത് ഈ പണ്ടാരം കാണാൻ ഞാൻ റിഗ്രറ്റ് അടിക്കുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ട് എന്റെ ഉറക്കം കളഞ്ഞ് പോയതിന് ഞാൻ റിഗ്രറ്റ് അടിക്കുന്നു. വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ പൈസ പോയാലും വേണ്ടില്ല, ഇത്രയും വിഷമം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ബഡ്ജറ്റ് ഏതാണ്ട് 500 തൊട്ട് 600 കോടി വരാന്നെങ്ങാണ്ടാണ് പറയുന്നത്. അതിന് കാണാനൊക്കെ ഉണ്ട്. ഫ്രെയിമും ഈ പറയുന്ന മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഭയങ്കര. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കഥ ഇതാണല്ലോ. ഇതിനകത്ത് ഇനി 600 അല്ല 2000 കോടി മുടക്കിയാലും പടം ഫ്ലോപ്പ് ആവും. അല്ലെങ്കിൽ പിന്നെ പണി അറിയാൻ ആൾക്കാരെ കൊണ്ട് പണി കഴിപ്പിക്കണം. യാഷൻ ഇങ്ങോട്ട് വരണം, പ്ലക്കണം, വെടിവെക്കണം, സ്റ്റൈല് കാണിക്കണം, പോകണം. എന്നിട്ട് അവസാനം ഇത് കുറെ അലറലും അതും ഇതും. അലറല് കാണുന്ന പല ഡയലോഗ് പോലും കേൾക്കാൻ പറ്റും. കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് വേറെ കാര്യം. ഇവര് ആരെയൊക്കെയാ വെടിവെച്ച് കൊല്ലുന്നത്, എന്തിനാ വെടിവെച്ച് കൊല്ലുന്നതെന്ന് പോലും പലയിടത്തും മനസ്സിലാവുന്നില്ല. അണ്ണനകത്ത് പെണ്ണുങ്ങളെ കാണുമ്പോഴേ പ്ലക്കാൻ മുട്ടും. കാമവെറിയനാണ് മൂരിക്കുട്ടൻ. ഇതിനകത്ത് പിന്നെ പേര് വല്ല മൂരിക്കുട്ടൻ എന്ന് വല്ല ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ പ്ലക്കാൻ മുട്ടും. ഇതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നതെന്ന് കാണുന്നവിടെ നമ്മുടെ ഫെമിനിസം പഠിച്ച ഗീതു മോഹൻദാസ് അഭിഹിതത്തെ കാണിച്ചിട്ട് ട്രൂ ലവ് ആണെന്ന് അഭിഹിതത്തെ കാണിച്ചിട്ട്. പക്ഷെ നാട് മൊത്തം ഞാൻ പ്ലക്കി നടക്കും. പക്ഷെ എനിക്ക് ട്രൂ ലവ് ആണ്. നമ്മുടെ കാസിനോവയ്ക്കകത്ത് ലാലേട്ടന്റെ പരിപാടി ഉണ്ടല്ലോ, എനിക്ക് നാട് മൊത്തം അഭിഹിതങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഒരാളോട് മാത്രമേ പ്രണയം തോന്നത്തുള്ളൂ. ആ ഒരു ലൈനാണ് ഇതിനകത്ത് യാഷ്. ഇത് ഒരു തരത്തിൽ നമുക്ക് സമാധാനം തരത്തില്ല. മൊത്തം ഭയങ്കര അരോചകമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെയാണ്. ചിലതൊക്കെ കൊള്ളാം, ചിലതൊക്കെ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പടവേ ഊളായതുകൊണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഞാൻ കുറ്റം പറയുന്നില്ല. ചില സീനുകളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറേ ഇല്ല. ഈ ചില സംസാരിക്കുന്ന സീനുകളിൽ അത് ഭയങ്കര സീരിയസ് സീനാണ്, ഭയങ്കര നമുക്ക് ഇമോഷൻ വരുന്ന സീനാണ്. പക്ഷെ സംസാരം കേട്ട് കഴിഞ്ഞാൽ കോമഡി എന്ന് പറഞ്ഞാൽ കോമഡി. തിയേറ്ററിലിരുന്ന ആളുകൾ ഇത് കേട്ട് കുറെ കൗണ്ടറൊക്കെ അടിച്ചതിന്റെ പേരിൽ ആ രീതിയിലൊരു ആസ്വാദനം നമുക്ക് കിട്ടി. അല്ലെങ്കിൽ അതും കേട്ട് അവിടെ കിടന്നുറങ്ങിയനെ ഞാൻ. ഇതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, ഇത് പ്രേമമാണോ കാമമാണോ? അതിന് തിയേറ്ററിൽ ഒരാൾ വിളിച്ചു പറയാ ഇത് കഴപ്പാടാ. ഈ രീതിയിലായിരുന്നു ആളുകളുടെയൊക്കെ റെസ്പോൺസ്. ഇത് സൂപ്പർ ആയിരിക്കും. മൊത്തത്തിൽ എന്തായാലും നല്ല ഒരു പണ്ണലാണ് പണി വെച്ചേക്കുന്നത്. എന്തൊക്കെ മറിപ്പായിരുന്നു. യാഷിന്റെ ഒരു പാർട്ടി ഞാൻ കൂടെ കൊണ്ടുപോയി മറിച്ച പരിസരത്തോട്ട് പോയി കയറിയെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഇത് കളഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ KGF-നകത്ത് ഉണ്ടാക്കി വെച്ച മൊത്തം ഓറയും ഈ ഒരൊറ്റ പടം കൊണ്ട് കളഞ്ഞു വിളിച്ചെന്നുള്ളതാ. യാഷ് ഫീൽഡ് ഔട്ടായി. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കൂടുതൽ ഒന്നും പറയില്ല. കണ്ടിട്ടുള്ളവർ വന്ന് താഴെ വന്ന് അഭിപ്രായം പറയും. ഇത് എന്റെ മാത്രം അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നണില്ല. ഒരുപെട്ട കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈ അഭിപ്രായം തന്നെ ആവാനാണ് സാധ്യത. കാര്യം തിയേറ്റർ റെസ്പോൺസും ആ രീതി തന്നെ ആയിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. താഴെ ഒന്ന് കമന്റ് ചെയ്യും. ബൈ.